കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ശ്രീമദ് ഭാഗവതം 12 സ്കന്ധം 6-ാം അധ്യായം ശ്ലോകം 30 നമ്മൾ ചെയ്തു. അതിലെന്താ പറഞ്ഞു വെച്ചാൽ, മനസ്സ് അടങ്ങിയ ജീവൻ മുക്തന്മാരെ മായ ബാധിക്കില്ല. എപ്പോഴാണ് നമ്മളെ മായ ബാധിക്കുക? നമുക്ക് ആത്മവിസ്മൃതി ഉണ്ടാവുമ്പോൾ, നമ്മൾ ആത്മാവാണെന്ന് മറന്ന് നമ്മൾ ഈ ദേഹമാണെന്ന് അഭിമാനിക്കുമ്പോഴാണ് മായയ്ക്ക് നമ്മളെ ആക്രമിക്കാൻ അല്ലെങ്കിൽ മായയ്ക്ക് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കണത് എന്ന് നമ്മൾ ഇന്നലെ ആ 30-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ പറഞ്ഞില്ലേ, ജീവൻ ജഗത്ത് ജഡവും അനൃത ജഡ ജരാ മരണ ദുഃഖങ്ങളുള്ളതാണ് ജഗത്തെ. ജീവൻ ഒരു ഉപാധി ഉണ്ട്, നമുക്ക് ദേഹമാകുന്ന ഉപാധി, അത്രയേ ഉള്ളൂ അല്ലേ. നമുക്ക് ആ സൂക്ഷ്മോപാധി നമുക്കുണ്ട്. പക്ഷേ നമ്മൾ എപ്പോഴാണ് നമ്മളും അനൃത ജഡ ദുഃഖ ജര സ്വരൂപമാവണതറിയോ? നമ്മൾ ഈ ജഗത്തിലത്തെ ഈ ദേഹമാണെന്ന്, ദേഹം ജഡാണല്ലോ, ദേഹത്തിലത്തെ ചൈതന്യമല്ലേ ദേഹത്തിനെ ചൈതന്യവത്താക്കണത്. എപ്പോഴാണ് ഈ ജീവൻ നമ്മൾ ഈ ജഡമായിട്ടുള്ള ദേഹമാണെന്ന് അങ്ങോട്ട് വിചാരിക്കണേ, അപ്പമായ നമ്മളെ ആക്രമിക്കും. അപ്പം നമ്മൾ ഈശ്വരനോട് ഇടത്ത് ഭാഗത്തേക്ക് ഈശ്വരൻ്റെ അടുത്തേക്ക് നീങ്ങുന്നോറും മായയുടെ ഇൻഫ്ലുവൻസ് കുറഞ്ഞു വരും. എപ്പോഴാണ് നമ്മുടെ മനസ്സടങ്ങി നമ്മൾ ആത്മാവാണെന്ന് ബോധ്യം വരണം, അതാണ് പറഞ്ഞത്, ജീവൻ മുക്തനെ മായ ബാധിക്കില്ല. സങ്കല്പ വികല്പങ്ങൾ മനസ്സിലുണ്ടാക്കുന്ന ഈ മായ, ആ സങ്കല്പ വികല്പങ്ങളെ തുടച്ച് മാറ്റിയാൽ പിന്നെ മായയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത ശ്ലോകത്തിൽ അതന്നെയാണ് പറയണത്. അപ്പോൾ നമുക്ക് 31ലേക്ക് പോവാം കേട്ടോ. 31ാമത്തെ ശ്ലോകം ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ പോലെയാണ് 31. നയത്ര സൃജ്യം സൃജതോ ഭയോ പരം ശ്രേയശ്ച ജീവസ്ത്രിഭിരന്വിതസ്ത്വഹം തദേതദുത്സാദിതബാധ്യബാധകം നിഷിധ്യ ചോർമീൻ വിരമേത് സ്വയം മുനിഹി. യത്ര യാതൊന്നിൽ സൃജതാ സഹ 31 എന്താ പറഞ്ഞത്? സൃജതാ സഹ, അതായത് സ്രഷ്ടാവും സൃഷ്ടിയും യാതൊന്നിൽ ഇല്ലയോ, അതാണ് സൃജതാ സഹ. സൃജ്യം സൃഷ്ടിക്കപ്പെടുവാൻ യോഗ്യമായ കർമ്മവും ഉഭയോ രണ്ടുപേരുടെയും പരം സാധ്യമായ ശ്രേയസ്സും ത്രിഭി അന്വിത മൂന്നിനോടും ചേർന്നിരിക്കുന്ന അഹം ജീവ അഹങ്കാരസ്വരൂപമായ ജീവനും നഹ ഇല്ലയോ, അതായത് ദേഹാഭിമാനിയായിട്ടുള്ള ജീവൻ. ഉത്സാദിത ബാധ്യബാധകം, അതായത് ഈ എല്ലാ നിരസിക്കപ്പെട്ടിരിക്കുന്ന, ഉത്സാദിതം പറഞ്ഞാൽ തുടച്ച് മാറ്റിയിരിക്കുന്ന ആ ബാധ്യവും ബാധകവും ഇത് തദ് ആത്മതത്വമാകുന്നു. മുനിഹി മനനശീലൻ ഊർമീൻ, അതായത് ജീവൻ മുക്തനായിട്ടുള്ള ആൾക്ക് ഊർമീൻ ഈ ചലനങ്ങളെ നിഷിധ്യ, നമുക്ക് ഈ മനസ്സിൻ്റെ ചാഞ്ചല്യത്തെ നീക്കിയിട്ട് വിരമേത് ആനന്ദിക്കുന്നു. എന്താ പറഞ്ഞ വെച്ചാൽ, ഈ സൃജ്യമായിട്ടുള്ള കർമ്മവും, അതായത് നമ്മൾ ഉണ്ടാക്കി തീർക്കുന്നതാണല്ലോ, നമ്മൾ ചെയ്തിട്ടുള്ളേ കർമ്മം ഉണ്ടാവുന്നത്. അപ്പോൾ സൃജ്യമായ കർമ്മവും സൃഷ്ടിക്കപ്പെട്ടതൊക്കെയും അതിൻ്റെ രണ്ടിൻ്റെയും ഫലമായിട്ടുള്ള സുഖദുഃഖം അല്ലേ, കർമ്മത്തിൻ്റെയും കർമ്മം കൊണ്ടുണ്ടാകുന്ന ഫലത്തിൻ്റെയും നമ്മൾ ചെയ്യുന്ന കർമ്മവും ആ കർമ്മത്താൽ നമ്മൾ എന്തുകൊണ്ട് ചെയ്യുന്നു, എന്തുപയോഗിച്ച് ചെയ്യുന്നു, അതും കാരണമാണ് എന്ത്, ഈ സുഖദുഃഖങ്ങളും ഈ അഹങ്കാരാത്മകമായ ജീവനും ഒക്കെ നമുക്ക് അപ്പോഴാണ് ഉണ്ടാവണത്. അതില്ലാത്ത ബാധ്യത്തെയും ബാധകത്തെയും അതിക്രമിച്ച ഒരു തത്വമാണ് പരമാത്മാവ് എന്നാണ് ഇതിൽ പറയണത്. എന്താ വെച്ചാൽ,
എന്താണ് കുറച്ചും കൂടി വിസ്തരിച്ച് പറയാച്ചാൽ ഈ സ്രഷ്ടാവും ആ സൃഷ്ടിക്കപ്പെടുന്ന ആളും സൃജ്യവും സൃഷ്ടിക്കപ്പെട്ടതും, സൃഷ്ടിക്കുന്ന ആളും എന്താണ് സൃഷ്ടിച്ചത് വെച്ചാൽ ആ സൃഷ്ടിക്കപ്പെട്ട സാധനവും ഇല്ലയോ, ആ രണ്ടിൻ്റെയും ഫലവും. അപ്പം പിന്നെ സൃഷ്ടിക്കണ ആളും ഇല്ല, സൃഷ്ടിക്കപ്പെടുന്ന സാധനവും ഇല്ല വെച്ചാൽ പിന്നെ അതിൻ്റെ ഫലവും യാതൊന്നിൽ ഇല്ലയോ. ഈ സൃഷ്ടിക്കുന്ന ആളും സൃഷ്ടിക്കപ്പെട്ടതും ആയ ഫലത്തോടു കൂടിയ ആ അഹങ്കാരസ്വരൂപമായിട്ടുള്ള ജീവനും യാതൊന്നിൽ ഇല്ലയോ. അതേപോലെ തന്നെ ബാധ്യവും ബാധിക്കപ്പെടുന്നതും ബാധിക്കുന്നതും യാതൊന്നിൽ ഇല്ലാതാവുന്നുവോ, അതാകുന്നു ആത്മതത്വം. അതായത് പരബ്രഹ്മം എന്താന്ന് പറയാണ്. സൃഷ്ടിക്കണില്ല, അതുകൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന കാര്യമില്ല, അതുകൊണ്ട് സൃഷ്ടിയിൽ നമ്മൾ കാണുന്ന സുഖദുഃഖങ്ങളാവുന്ന ഫലങ്ങളില്ല. ഇതിനൊക്കെ അതീതാണ്. ആരെയും ബാധിക്കണില്ല, ബാധിക്കപ്പെടുന്നതല്ല, ഇതിനൊക്കെ അതീതാണ്. അതാണ് ആത്മതത്വം. ആ ആത്മസ്വരൂപത്തിൽ ശരിക്കിതൊന്നുമില്ലാത്തതാണ് ആത്മസ്വരൂപം. ഇവിടെ സൃഷ്ടി നടക്കണില്ല, സ്ഥിതി നടക്കണില്ല, സംഹാരവും നടക്കണില്ല, അതൊന്നുമില്ല. അതൊക്കെ നമുക്ക് മായ കൊണ്ട് തോന്നുകയാണ്. അപ്പോൾ അതിനൊക്കെ അതീതമായിട്ട് ഒന്നും ബാധിക്കുകയോ ഒന്നിനെയും ബാധിക്കുകയോ ചെയ്യാത്ത, അതാണ് ബാധ്യവും ബാധകവുമല്ല എന്ന് പറഞ്ഞത്. ഒന്നിനെയും ബാധിക്കുകയോ ഒന്നിനാലും ബാധിക്കപ്പെടുകയോ ഒന്നും ചെയ്യാത്ത തത്വമാണ് ആത്മതത്വം. ആ ആത്മസ്വരൂപത്തിൽ എല്ലാ അഹങ്കാരത്തിനെയും, ഞാനാണ് ചെയ്യണമെന്ന കർത്തൃത്വവും ഭോക്തൃത്വത്തിനെല്ലാം മാറ്റി ആയിരിക്കണം അതാണ് ഒരു മുനി. അങ്ങനെ ആയിരിക്കണം ഒരു സാധകൻ. ഒരു സാധകൻ ഈ ആത്മസ്വരൂപത്തിലുള്ള കർത്തൃത്വത്തിനെയും ഭോക്തൃത്വത്തിനെയും പാടേ നീക്കണം സാധകൻ. അതായത് കാര്യകാരണ ഫലം. ഒരു കാര്യം ചെന്താ കാരണം ഉണ്ടായിട്ടാണ് കാര്യം ഉണ്ടാവണം, അല്ലേ? ഒരു കാരണം കൊണ്ടാണ് ഒരു കാര്യം ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ കാര്യകാരണ ഫലസ്വരൂപമാണ് ഞാൻ എന്ന അഹങ്കാരം, ദേഹാഭിമാനം. അതെല്ലാം ഉപേക്ഷിച്ച് നമ്മൾ എല്ലാറ്റിൻ്റെയും ആശ്രയമായി വാണരുളുന്ന ഭഗവാനെ തന്നെ സർവവും ആ ഭഗവാനാണെന്ന് മനസ്സിലായി അനുഭവമായി സാക്ഷാത്കരിക്കണം. അങ്ങനെയുള്ള ആൾ എപ്പോഴും സച്ചിദാനന്ദത്തിൽ തന്നെ വർത്തിക്കുന്നു, ഇറ്റേണൽ ബ്ലിസ് അനുഭവിക്കുന്നു. അങ്ങനത്തെ ആളാണ്. അതാണ് പറഞ്ഞത്. അതായത് ആദ്യം ബ്രഹ്മം എന്താണെന്ന് പറഞ്ഞു, ഒന്നിനാലും ബാധിക്കപ്പെടാത്തത്. രണ്ടാമതൊന്നില്ല, എപ്പോഴും സച്ചിദാനന്ദ സ്വരൂപമായിട്ട് വർത്തിക്കുന്ന ഒരു ശക്തിയാണത്. ആ ശക്തിയാണ് മായ. അതൊരു ചൈതന്യം, പരമാത്മ ചൈതന്യം, എപ്പോഴും ഒരുപോലെ നിത്യസത്യമായി സ്വയംപ്രകാശസ്വരൂപനായി ജ്ഞാനസ്വരൂപനായി വർത്തിക്കുന്ന ഒരു ശക്തി. അതാണ് ബോധം. അഖണ്ഡ ബോധരൂപം ഒന്നിനാലും ബാധിക്കപ്പെടുന്നില്ല. ബാധ്യല്ല, ബാധകല്ല എന്ന് പറഞ്ഞു. ഒന്നിനെയും ബാധിക്കണമില്ല, ഒന്നിനാലും ബാധിക്കപ്പെടണമില്ല. നമ്മൾ കാരണം എന്ന് പറഞ്ഞതിനും കൂടി അർത്ഥമില്ല. കാരണം ആ കാരണം കൊണ്ട് വേറൊന്നും ഉണ്ടാവണില്ല. സാധാരണ നിലയ്ക്ക് കാരണവും കാര്യകാരണം എന്ന് പറയും. പക്ഷേ അത് നമുക്ക് അഹങ്കാരം ഉള്ളപ്പോഴേ ഉള്ളൂ. കാര്യകാരണവും അതിൻ്റെ ഫലവും. എപ്പോഴാണ് നമ്മൾ ആ സച്ചിദാനന്ദ സ്വരൂപമാണെന്ന് നമുക്ക് അനുഭവമാവണത്, അതിനു വേണ്ടി ഒരു മുനി എന്താ ചെയ്യേണ്ടത്? ഈ കാര്യകാരണ ഫലാദികളെ മുഴുവൻ നീക്കണം. അതായത് മനസ്സിനെ അടക്കണം. അങ്ങനെ കാര്യകാരണാദി ഫലങ്ങളെ മുഴുവൻ, ഈ അഹങ്കാരം ഉണ്ടാവുകൊണ്ടാണ് അതുണ്ടാവണതേ. ഞാൻ എന്ന അഭിമാനം, ദേഹാഭിമാനം ഇതിനെ നീക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ആ ആത്മസാക്ഷാത്കാരം ലഭിച്ചാൽ പിന്നെ
ആത്മസാക്ഷാത്കാരം ലഭിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ കാര്യകാരണ ഫലാദികളെയൊക്കെ നമ്മൾ പാടെ ഉപേക്ഷിച്ച് എല്ലാറ്റിനും ആശ്രയമായതും രണ്ടാമതൊന്നില്ലാത്തതും ആയ ആ ഒരു നിത്യസത്യത്തിനെ സാക്ഷാത്കരിക്കണം. എന്നാൽ പിന്നെ എപ്പോഴും നമ്മൾ ആ ആനന്ദത്തെ ഒരിക്കലും മങ്ങാത്ത ആ നിത്യ ആനന്ദത്തിൽ നമുക്ക് അങ്ങനത്തെ സാധകൻ വർത്തിക്കുന്നു എന്നാണ് ഇതിൽ പറഞ്ഞത്. അതായത് അങ്ങനെ വേണം എന്ന് പറയാണ്. അതാണ് മോക്ഷം അല്ലേ, ആത്മസാക്ഷാത്കാരം. നയത്ര സൃജ്യം സൃജതോഭയോ പരം ശ്രേയശ്ച ജീവസ്ത്രിഭിരന്വിതസ്ത്വഹം. അതായത് കാര്യവും കാരണവും മൂന്നെണ്ണതാണ്, കാര്യവും കാരണവും ഫലവും. അതിനൊക്കെ അതീതാണ്. തദ്ദേതുത്സാദിത ബാധ്യബാധകം. അതായത് ബാധിക്കപ്പെടുന്നില്ല, ബാധിക്കണമില്ല ആരെയും. നിഷിധ്യ, അതിനെയൊക്കെ നിഷേധിച്ച് ചോർമീൻ, എല്ലാ ചലനങ്ങളിൽ നിന്നും വിരമിച്ച് ഒരു ചലനങ്ങളും ഇല്ലാതെ ശാന്തമായിട്ടുള്ള മനസ്സടഞ്ഞ സ്വയം മുനിഹി, അങ്ങനെയുള്ള ആളാണ് ഇറ്റേണൽ ബ്ലിസ് അനുഭവിക്കുക. 32. പരംപദം വൈഷ്ണവമാമനന്തി തദ് എന്നേതി. പരംപദം വൈഷ്ണവമാമനന്തി തദ് എന്നേതി നേതീത്യദുൽസി സൃക്ഷവഃ വിസൃജ്യ ദൗരാത്മ്യമനന്യസൗഹൃദ ഹൃദോപഗുഹ്യാവസിതം സമാഹിതൈഃ. തദ്, അതിനെ, വൈഷ്ണവം അതായത് വിഷ്ണുവിനെ ബന്ധപ്പെട്ടത്, പരംപദം പരമപദമെന്ന് ആമനന്തി പറയുന്നു. അങ്ങനത്തെ വിഷ്ണുപദം, ആ പിന്നെ എന്താ പറയുക, ആ തുരീയാവസ്ഥയാണ് നമ്മൾ എന്ത് പറയണത്, അതായത് ആ നിത്യാനന്ദത്തിൽ വർത്തിക്കുന്ന അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്ന പരമപദം എന്ന് പറയുന്നത്. അനന്യ സൗഹൃദാഹ, വേറെ ഒന്നിനും സൗഹാർദ്ദത്തോട് കൂടാത്തവരും. അനന്യ സൗഹൃദം ചെന്നാൽ ഭഗവാനല്ലാണ്ട് ആരും, ഭഗവാനല്ലാതെ മറ്റാരോടും സൗഹൃദമില്ലാത്തത്, അതാണ് അനന്യ സൗഹൃദം. അനന്യഭക്തി പറഞ്ഞാൽ എന്താ, ഭഗവാനിലല്ലാതെ മറ്റാരിലും ഭക്തി എന്ന് പറയുമല്ലോ നമ്മൾ, അത് വേറൊരു വിചാരമില്ല. അനന്യ സൗഹൃദം വെച്ചാൽ മറ്റാരിലും സൗഹൃദമില്ലാത്തവരും. നേതി ഇതി, അല്ല എന്ന് നിശ്ചയിച്ചിട്ട് ഇതല്ല എനിക്ക് വേണ്ടത്, ഇതല്ല എനിക്ക് വേണ്ടത്, ആ ആത്യന്തികമായിട്ടുള്ള പരമപദം ഏത്, നിത്യ സത്യ ആനന്ദമായിട്ടുള്ള ആ പദം നിശ്ചയിച്ചിട്ട് അതദുൽസിസൃക്ഷവഃ, അതിൽ നിന്ന് അന്യമായതിനെ മുഴുവൻ നിരസിച്ച്, ഉത്സിസൃക്ഷവ അല്ലേ, ദൗരാത്മ്യം, ഞാൻ പിന്നെ ആത്മാവിനെ മറന്നിട്ടേ, അതായത് ഞാൻ ദേഹമാണെന്നുള്ള ആ ഭാവത്തെ, ദുരാത്മഭാവത്തെ, ആത്മാവല്ല എന്ന ഭാവത്തെ, ദൗരാത്മ്യം അതാണ്, വിസൃജ്യ കളഞ്ഞിട്ട്, ഞാൻ ആത്മാവല്ല ഞാൻ ദേഹമാണെന്നുള്ള ആ തെറ്റായിട്ടുള്ള അറിവിനെ കളഞ്ഞിട്ട്, സമാഹിതൈഹി, ഇന്ദ്രിയങ്ങളെ അടക്കിയവരാൽ, ഇന്ദ്രിയങ്ങളൊക്കെ ജയിച്ചിട്ട്, ഹൃദ മനസ്സുകൊണ്ട്, ഉപഗൂഹ്യ ആലിംഗനം ചെയ്തിട്ട്, ഏതിനെ, ആ പരമപ്രകാശത്തിനെ, പരമാത്മ ചൈതന്യത്തിനെ അവസിത ഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് ഇതിൽ പറഞ്ഞു വെച്ചാൽ, അപ്പോൾ അതപ്പം നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞു, ആത്മാവിനെ എല്ലാ അഹങ്കാര വൃത്തികളിൽ നിന്നും പിന്നെ മുക്തനാക്കിയിട്ട് ജ്ഞാനി എപ്പോഴും ആനന്ദം അനുഭവിക്കണം, അങ്ങനെയാണ് വേണ്ടത് പറഞ്ഞല്ലോ. ഇനി ആത്മാവിൽ നിന്ന് വ്യത്യസ്തമായതിനെ എല്ലാം, അതാണ് പറഞ്ഞ അനന്യ സൗഹൃദം എന്ന്, ആത്മാവിൽ നിന്ന് ഭിന്നമായിട്ടുള്ളതിനെ എല്ലാം പിന്നെ എന്താണ് ഉപേക്ഷിക്കാൻ ആഗ്രഹിച്ച് അഹങ്കാരാദികളെയൊക്കെ നേതി ഇതല്ല എന്ന് പറഞ്ഞ് ബാക്കി എന്താ അവശേഷിക്കുന്നു, അതാണല്ലോ നേതി എന്ന് പറഞ്ഞ് എല്ലാം മാറ്റി ഈ എന്താണ് ബ്രഹ്മത്തിലല്ലാതെ മറ്റൊന്നിലും സൗഹൃദമില്ലാതെ ധ്യാനം കൊണ്ടും ഏകാഗ്രമായിട്ടുള്ള പിന്നെ ഭക്തി കൊണ്ടും ഇന്ദ്രിയങ്ങളെയൊക്കെ അടക്കി ഹൃദയം കൊണ്ട് ആ പരമ പ്രകാശസ്വരൂപത്തിനെ ആലിംഗനം ചെയ്ത് ആത്മരൂപേണ ആ ആനന്ദം അനുഭവിക്കുന്ന അവസ്ഥയെ തന്നെയാണ് പരമമായിട്ടുള്ള വൈഷ്ണവപദം എന്ന് അറിവുള്ളവർ പറയുന്നത് എന്നാണ് പറഞ്ഞത്.
അപ്പോൾ എന്താ അതിൽ നമ്മളോട് പറഞ്ഞു വെച്ചാൽ ഈ അഹങ്കാരാദി വൃത്തികളെയൊക്കെ നമ്മൾ മാറ്റണം. എന്നാൽ നമുക്ക് അത്യാനന്ദത്തിൽ വർത്തിക്കാം എപ്പോഴും. അതിനെന്താ ചെയ്യുക? ആത്മാവിൽ നിന്ന് ഭിന്നമായതിനെ ഒന്നും എനിക്ക് വേണ്ട, ഇത് അനാത്മാവാണ്, എനിക്ക് വേണ്ട, എനിക്ക് ആത്മാവ് മാത്രം മതി, അത്രയ്ക്ക് ആഗ്രഹം വേണം, മുക്ഷുത്വം വേണം. എനിക്ക് ആത്മാവ് അല്ലാതെ ഒന്നും വേണ്ട എന്ന് നല്ലോണം ദൃഢമായിട്ട് നിശ്ചയിച്ചിട്ട് മറ്റേനെയൊക്കെ മാറ്റിയിട്ട് പിന്നെ നമ്മളെ മുമ്പിൽ വരുന്ന അനാത്മാക്കളെ മുഴുവൻ ഇതല്ല എന്ന് മാറ്റണം, അഹങ്കാരം മാറാനേ. എന്നിട്ട് അന്യമായതിലൊന്നും, ആത്മാവല്ലാതെ മറ്റതിലൊന്നും എനിക്ക് ആഗ്രഹമില്ല എന്ന് ഉറപ്പിച്ച് ധ്യാനം കൊണ്ടും ഏകാഗ്രമായിട്ടുള്ള മനസ്സുകൊണ്ടും ഇന്ദ്രിയങ്ങളെയൊക്കെ അടക്കി ഈ അനാത്മാവിനെയൊക്കെ കാണുമ്പോൾ അത് നേതി എന്ന് പറഞ്ഞ് എല്ലാം മാറ്റി എന്ത് ചെയ്യണം? നമ്മളെ അടങ്ങിയ മനസ്സോടും അടങ്ങിയ ഇന്ദ്രിയങ്ങളോടും കൂടി ഹൃദയം കൊണ്ട് ആ പരമാത്മ ചൈതന്യത്തിനെ നമ്മൾ ആലിംഗനം ചെയ്ത് ആത്മസാക്ഷാത്കാരം തന്നെ. അപ്പം ഞാൻ ആ ആത്മാവാണെന്ന് അനുഭവിക്കുന്ന ആ അവസ്ഥ തന്നെയാണ്. ഇതിനെയൊക്കെ മാറ്റിയിട്ട് ഞാൻ ആത്മാവാണെന്ന് അറിഞ്ഞ് അതിൽ തന്നെ നമ്മൾ വർത്തിക്കുന്ന ആ അവസ്ഥയെ തന്നെയാണ് പരമമായ വിഷ്ണുപദം എന്ന് അറിവുള്ളവരെല്ലാം പറയുന്നു. അതിലും പരമമായിട്ട്, അതിലും അൾട്ടിമേറ്റായിട്ട് യാതൊന്നുമില്ല. അതാണ് അൾട്ടിമേറ്റായിട്ട് നമ്മളുടെ ലക്ഷ്യം എന്ന്, അതാണ് പരമപദം എന്ന് അറിവുള്ളവർ പറയുന്നു എന്നാണ് ഇതിലെ അറിവുള്ളവരും അനുഭവജ്ഞരും പറയുന്നു എന്ന് പറഞ്ഞു 31. ഇനി 32 അത് പരംപദം. അതെ, ഇനി 33. പരംപദം വൈഷ്ണവമാമനന്ദിത എന്നേതി നേതീത്യതുൽസി സൃക്ഷവ വിസൃജ്യ ദൗരാത്മ്യം. അതായത് ആത്മാവല്ല എന്നുള്ള വിചാരത്തിനെ വിസൃജ്യ ഉപേക്ഷിക്കണം. അനന്യസൗഹൃദാഹൃദോപഗുഹ്യാവസിതം സമാഹിതൈ. എന്നിട്ട് സർവാത്മന ആ ബ്രഹ്മത്തിനെ തന്നെ ധ്യാനിച്ച് ബ്രഹ്മൈക്യം പ്രാപിക്കണം. ആ ബ്രഹ്മൈക്യം പ്രാപിച്ച അവസ്ഥയാണ് പരമപദമായ വിഷ്ണുപദം. ത ഏതദധിഗച്ഛന്തി വിഷ്ണോർയത് പരമം പദം അഹം മമേതി ദൗർജന്യം നയേഷാം ദേഹഗേഹജം. ദേഹത്തിൽ നിന്നും ഗൃഹത്തിൽ നിന്നും ഉണ്ടാകുന്നതും ജം എന്നുണ്ടല്ലോ, ദേഹഗേഹജം. അപ്പം ദേഹത്തിൽ നിന്നും നമ്മളുടെ ഗൃഹത്തിൽ നിന്നും ഉണ്ടാകുന്നതും അഹം മമ ഇതി അഹന്തയും മമതയും, അതായത് ഞാനെന്നും എൻ്റേതെന്നും ആയുള്ള ദൗർജന്യം, ആ ദോഷമായിട്ടുള്ള ചിന്ത, യേഷാം നഹ ഏതൊരാൾക്ക് ഇല്ലയോ, തേ അവർ വിഷ്ണോഹോ വിഷ്ണുവിൻ്റെ പരമം ഏറ്റവും പരമമായ യദ് ഏതത് പദം അതൊരു സ്ഥാനത്തെ അധിഗച്ഛന്തി പ്രാപിക്കുന്നു. അപ്പം എന്താ പറഞ്ഞ ഈ പിന്നെന്താണ് ദേഹത്തിലും ഗേഹത്തിലും, അതായത് ദേഹം എന്നുള്ളതിൽ ഞാൻ ഈ ദേഹാഭിമാനവും ഗേഹം എൻ്റെ എന്ന്, അതാണ് അഹന്തയും മമതയും. ദേഹവും ഗേഹം എന്നിവയിൽ അഹന്തയും മമതയും അഭിമാനവും ഇല്ലാത്തവർ ഈ പരമമായ വിഷ്ണുപദം തന്നെ പ്രാപിക്കുന്നു. അതാണ് പറഞ്ഞത്. അത് നമ്മൾ മാറ്റി തന്നെ വേണം എന്നാണ് പറയുന്നത്. ഞാൻ ഈ ദേഹമാണെന്നുള്ള ചിന്തയും ഈ ദേഹത്തിൻ്റെ എൻ്റെ ഗൃഹമാണ്, പിന്നെ ആ ഗൃഹത്തിൽ എൻ്റെ ഭാര്യ കുട്ടിയോള്, ഇങ്ങനെയുള്ളത് ആ ഒരു അഹന്തയും മമതയും മാറ്റിയിട്ട് ഞാൻ ഈ ദേഹമൊന്നുമല്ല, ഞാൻ ആത്മാവാണ്, ഇതൊരു കഷ്ണം പോലെ കത്തിത്തീർന്നാൽ കഴിഞ്ഞു എന്ന് അങ്ങനെ നമ്മൾ വിചാരിക്കണവരാണ് ആ ഏറ്റവും ഉത്കൃഷ്ടമായ പരമപദത്തെ പ്രാപിക്കുന്നു. അല്ലാതെ ആ പരമപദം പ്രാപിക്കാൻ ആർക്കാണ് അർഹത എന്നാണ് അപ്പോൾ ഇതിൽ പറഞ്ഞത്. പരമപദം പ്രാപിക്കാൻ അർഹത ഉണ്ടെങ്കിൽ അഹന്തയും മമതയും ദേഹഗൃഹാദികളിലുള്ള അഹന്തയും മമതയും കളയണം. എന്നിട്ട് ആത്മാവ് തന്നെയാണ് എന്ന് ഞാൻ ദൃഢമായിട്ട് ചിന്തിച്ച് ഇതിനെ നമ്മളെ അഹന്തയും മമതയും അകറ്റി നിർത്തിയ ആളാണ് വിഷ്ണുപദം
പ്രാപിക്കാൻ അർഹനാണ് ഏകദേശം പറഞ്ഞത്. ഏതധികച്ഛന്തി, അങ്ങനത്തെ ആളാണ് വിഷ്ണോർപദം പ്രാപിക്കണമെന്ന്. വിഷ്ണോർയത് പരമം പദം അഹം മമേതി ദൗർജന്യം, ഞാൻ എൻ്റെ എന്നുള്ള ദൂഷ്യഭാവം, ദൗർജന്യം. യേഷാം ദേഹഗേഹജം, അത് ഏതെന്നുണ്ടാവണം? ദേഹത്തു നിന്നും ഗേഹത്തു നിന്നും അത് മാറ്റണം. അങ്ങനെയുള്ള ആൾ ആ പരമപദത്തെ പ്രാപിക്കുന്നു. 34 നോക്കട്ടെ കേട്ടോ, സമയം 34. അതെ. അതിവാദം സ്ഥിതിക്ഷേത നാവമന്യേത കഞ്ചന ന ചേമം ദേഹമാശ്രിത്യ വൈരം കുർവീത കേനജിത്. അതിവാദീൻ, അതായത് നമ്മളെ ആരെങ്കിലും നിന്ദിച്ചു പറഞ്ഞാൽ ആ വാക്കുകളെ തിദിക്ഷേത, തിദിക്ഷ മീൻസ് നല്ല ടോളറൻസ് വേണം, ക്ഷമിക്കണം. നമ്മളെ വല്ലവരും ചീത്തയായിട്ട് എന്തെങ്കിലും നിന്ദിച്ചാൽ അതിനെ ക്ഷമിക്കണം. പിന്നെയോ കഞ്ചന, ആരെയും ന അവമന്യത, നമ്മൾ അങ്ങടെ ആരെയും അവമാനിക്കരുത്. ഇമം ദേഹം, ഈ ശരീരത്തെ ആശ്രയിച്ചിട്ട് കേന അച്ചിത്, ആരോടും വൈരത്തെ ന കുർവീത, ആരോടും ഈ ദേഹത്തിൻ്റെ കാര്യം ആലോചിച്ചിട്ട് ആരോടും വൈരരുത്. എത്ര നല്ല ഉപദേശമാണ് ഭഗവാൻ നമുക്ക് തന്നുകൊണ്ടിരിക്കണം അല്ലേ. എന്താണ് പറഞ്ഞത്? ഈ നമുക്ക് ഉണ്ടായുള്ള നിന്ദയും സ്തുതിയും രണ്ടും, നിന്ദാദി ഇതിൽ സ്തുതി പറഞ്ഞിട്ടില്ല, അതിന് മുമ്പ് പറഞ്ഞല്ലോ. നമ്മളിൽ ആൾക്കാർ അർപ്പിക്കുന്ന നിന്ദാസ്തുതികളെയൊക്കെ നമ്മൾ അവഗണിക്കുകയും അല്ലെങ്കിൽ സഹിക്കണം. നിന്ദയാണെന്ന് വെച്ചാൽ സഹിക്കണം, സ്തുതികളെയാണെങ്കിൽ നമ്മൾ വലിയ കാര്യമാക്കണ്ട. അങ്ങനെ അതായത് ഇതിലിപ്പോൾ നിന്ദയാണ് പറഞ്ഞ, നിന്ദയൊക്കെ നല്ലോണം സഹിക്കുക, അതായത് അതിന് റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുക. നമ്മളെ വല്ലവരും നിന്ദിച്ചാൽ ദുഃഖിക്കാതിരിക്കുകയും അതിന് അങ്ങടും പറയുക, അതൊന്നും ചെയ്യാതിരിക്കുക. അതായത് അതിൻ്റെ അർത്ഥം എന്താ? സഹിക്കുക, ഒന്നും മിണ്ടാതെ ആരെയും അങ്ങട് നമ്മൾ അവമാനിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യാതിരിക്കുക. ഈ ക്ഷുദ്രമായിട്ടുള്ള ഈ ജഡമായിട്ടുള്ള ദേഹത്തിനെ ഉദ്ദേശിച്ച് ആരോടും വൈരം വയ്ക്കരുത് എന്നാണ് പറഞ്ഞത്. അതിവാദാം സ്ഥിതിക്ഷേത നാവമന്യേത കഞ്ചനാം, അതെ കഞ്ചന ന ചേമം ദേഹമാശ്രിത്യ വൈരം കുർവീത കേനജിത്. അതായത് നമുക്ക് ആ ഒരു മനസ്സംയമനം വരാൻ വേണ്ടിയിട്ടാണത് പറയണത്. അപ്പം ഞാൻ ദേഹമാണെന്ന് വിചാരിക്കുമ്പോഴാണ് എന്നെപ്പറ്റി പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരണത്. ഞാൻ ദേഹമല്ല, ഞാൻ ആത്മാവാച്ച ദേഹം എന്താ ജഡം, അതിനെപ്പറ്റി ആരെങ്കിലും പറഞ്ഞോട്ടെ അല്ലേ. അപ്പോൾ ദേഹാഭിമാനം ഇല്ലാണ്ട് ആക്കുമ്പോഴേ നമുക്ക് അങ്ങനത്തെ ഗുണങ്ങൾ വരുള്ളൂ. അപ്പോൾ ദേഹാഭിമാനം കൊണ്ട് ആരോടും വിരോധരുത്. നമോ ഭഗവതേ തസ്മൈ കൃഷ്ണായ ആകുണ്ഠമേധസേ യത് പാദാംബുരുഹധ്യാനാൽ സംഹിതാമധ്യഗാമി മാം. അകുണ്ഠമേധസേ, അതായത് ഒരിക്കലും കുണ്ഠിതം തോന്നാത്ത ബുദ്ധിയോടുകൂടിയ ഭഗവതേ തസ്മൈ കൃഷ്ണായ, ആ ഭഗവാൻ കൃഷ്ണനായിക്കൊണ്ട് നമഃ നമസ്കാരം. യത് പാദാംബുരുഹധ്യാനാൽ, ഏതൊരു ഭഗവാന്റെ പാദാംബുജം ധ്യാനിക്കുന്നത് കൊണ്ട് ഇമാം സംഹിതാം, ഈ പരമസംഹിതയെ അധ്യകാം ഞാൻ അധിഗമിച്ചു. എത്ര നല്ല ശ്ലോകം. എന്താണ് ഇതിൽ വെച്ചാൽ, ഏതൊരു ഭഗവാന്റെ പാദകമലങ്ങളെ ധ്യാനിക്കുകയാൽ ഈ ഭാഗവത സംഹിതയെ ഞാൻ പഠിച്ചുവോ, ആ ജ്ഞാന പൂർണ്ണന് അല്ലെങ്കിൽ ആ സച്ചിദാനന്ദ സ്വരൂപമായ ആ വ്യാസമഹർഷിക്കായിക്കൊണ്ട് നമസ്കാരം. നമുക്ക് ഈ ഭാഗവതം തന്ന വ്യാസനെ നമസ്കരിക്കുകയാണ്. അപ്പം ഇതിലേ നമുക്ക് ഭാഗവതം തന്ന വ്യാസഭഗവാനെ നമസ്കരിക്കുകയാണ്. എന്താ അറിയോ, ഏതൊരു ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ ധ്യാനിച്ചാൽ ഈ പരമസംഹംസ സംഹിതയായിട്ടുള്ള ഭാഗവതം എനിക്ക് പഠിക്കാൻ സാധിച്ചുവോ, ആ ജ്ഞാനസമ്പന്നനും ഭഗവാന്റെ അവതാരം തന്നെയായിട്ടുള്ള ആ വേദവ്യാസ മഹർഷിക്ക് നമസ്കാരം എന്ന് പറഞ്ഞു നിർത്തുകയാണ്. ഇവിടെ ഈ ശൗനക ഉവാചയാണ്. സൂതനോട് ശൗനകൻ പറയണതാണ്. അപ്പം നല്ലൊരു സ്ഥലത്താണ് നമ്മൾ നിർത്തിയത്. നമുക്കെല്ലാവർക്കും ഭാഗവതം
ഏത് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ധ്യാനിച്ചുകൊണ്ടാണ് നമുക്ക്, അല്ലെങ്കിൽ ധ്യാനിച്ചത് കാരണമാണ് നമുക്ക് ഈ ഭാഗവതം മുഴുവൻ പഠിക്കാൻ സാധിച്ചത്. ആ ഭഗവാന്റെ തന്നെ ഒരു രൂപം ആയിട്ടുള്ള സർവജ്ഞനും ജ്ഞാനിയും ആയിട്ടുള്ള ആ വ്യാസഭഗവാനെ വീണ്ടും വീണ്ടും നമസ്കരിക്കണു. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വ്യാസദേവായ നമോ നമഃ. ഗുരുവായൂരപ്പ ശരണം. നമുക്കിന്നിവിടെ നിർത്താം. ഇതോടെ ഭഗവാനെ സമസ്താപരാധം ക്ഷമിക്കണേ. ഇനിയിപ്പോൾ നമുക്ക് ശൗനക ഉവാച എന്നാണ്. അപ്പോൾ ശൗനകൻ ശൂതനോട് ചോദിക്കുകയാണ്, പിന്നെ എന്താണ്, ഈ വേദവ്യാസൻ്റെ ശിഷ്യന്മാരും പിന്നെ ബാക്കി ആചാര്യന്മാരും ആ പൈലൻ മുതലായിട്ടുള്ളവരൊക്കെ ഉണ്ടല്ലോ, അവർ വേദങ്ങളെ എങ്ങനെ വിഭജിച്ചു, ഇനി അതൊക്കെ ഞങ്ങളോട് പറയണം. ഭഗവാന്റെ കഥ മുഴുവൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇനി വേദവ്യാസനെ എങ്ങനെയാണ് വേദം വ്യസിച്ചത് കൊണ്ടാണല്ലോ വേദവ്യാസൻ എന്ന് പേര് വന്നത്. എങ്ങനെയാണ് വേദവ്യാസൻ വേദങ്ങളെ വിഭജിച്ചത്, അതെങ്ങനെയാണ് സ്വന്തം ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്തത് എന്നൊക്കെയാണ് ഈ ശൗനക മഹർഷി സൂതനോട് ചോദിക്കണത് കേട്ടോ. ഇപ്പം ഇവിടെ അത് കഴിഞ്ഞു. നമുക്കൊന്നും കൂടി നല്ലോണം ഭഗവാനെ പ്രാർത്ഥിക്കാം. ഭഗവാൻ നമുക്ക് ഈ ഭാഗവതം ഒരു പ്രാവശ്യം വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാനൊരവസരം തന്നതിന് നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് പോരാ. നമുക്ക് ഭഗവാനെ നമസ്കരിക്കാം. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഗുരുവായൂരപ്പ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.